അപ്പൊ നമ്മൾ ഇന്ന് എവിടെയോ പോകുന്നത്? എവിടെയോ വന്നത്? മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ട് നമ്മളെല്ലാവരും, പിന്നെ ഏട്ടൻ്റെ ഭാര്യ ഉണ്ടേനും ജശിയേച്ചി, പിന്നെ ഓരോ കാറിലാണ് പോയത് നമ്മൾ. അപ്പം പോകുമ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പം നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും അമ്പലത്തിലെത്തി, കാറെല്ലാം പാർക്ക് ചെയ്ത് അങ്ങനെ അമ്പലത്തിനുള്ളിലേക്ക് കയറി. അപ്പം നമ്മൾ അമ്പലത്തിന് അകത്ത് കയറിയപ്പോൾ കുറേ കുട്ടികൾ, അരങ്ങേറ്റത്തിന് ഉള്ള കുട്ടികളുണ്ടായിരുന്നു. അവർ അകത്തേക്ക് പ്രാർത്ഥിക്കാൻ പോയി. നമ്മൾ നേരെ കുളത്തിലേക്ക് വന്ന് അവിടെ നിന്ന് നല്ല അടിപൊളി കുളം. അവിടെ നിന്ന് നമ്മൾ കാലെല്ലാം കഴുകി ഉള്ളിലേക്ക് കയറുമ്പോൾ അവർ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ അകത്ത് കയറി. ഇപ്പം നോക്കുമ്പോൾ നല്ല ആകാശമെല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറി തൊഴുത്, അവിടെ ഉള്ളിൽ കയറി തൊഴുതിട്ട് പുറത്തിറങ്ങി കുറച്ച് സമയം അമ്പലത്തിന് ചുറ്റും നമ്മൾ പ്രദക്ഷിണം വെച്ച്. ഇപ്പം നല്ല പച്ചപ്പുല്ലെല്ലായിട്ട് നല്ല സുന്ദരമായ, കാണാൻ തന്നെ നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ അവിടെ അയ്യപ്പൻ്റെ അമ്പലം ഇത്. അവിടെ കയറി പ്രാർത്ഥിച്ച് അവിടുന്ന് നേരെ നമ്മൾ അമ്പലം പ്രദക്ഷിണം വെച്ച്. അത് കഴിഞ്ഞ് നമ്മൾ പ്രസാദം വാങ്ങാൻ, പുറത്തുനിന്നാണ് പ്രസാദമുള്ള, അവിടുന്ന് പ്രസാദം വാങ്ങാൻ കയറി. അപ്പോൾ നമ്മൾ പ്രസാദമെല്ലാം വാങ്ങിച്ച് അവിടുന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ പുറത്തിറങ്ങി ഒന്ന് പ്രദക്ഷിണമെല്ലാം വെച്ച് അപ്പോൾ പിന്നെയും ദീപാരാധനയൊക്കെ അവിടെ നടയടച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, പിന്നെയും ഒന്നും കൂടി അമ്പലത്തിനുള്ളിലേക്ക് കയറി. അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് പിന്നെ കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്ന് ഉള്ളിൽ ദീപാരാധനേൻ്റെ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ആകാശമെല്ലാം അങ്ങനെ ഇരുണ്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വൈകുന്നേരം സന്ധ്യ ആയി. നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. അങ്ങനെ അവിടുന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ അവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ പകുതി വഴിക്കെത്തിയപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനടുത്തുള്ള ഒരു തട്ടുകടയിൽ കയറി. ആ തട്ടുകടേൻ്റെ പേര് ഹൈവേ ഹോട്ടൽ എന്നാണ്, അങ്ങനെ എങ്ങാനാന്ന്. അപ്പം ഞാൻ മസാല ദോശക്ക് പറഞ്ഞ്, അവരെല്ലാം ഒരാൾ ഓരോന്നിന് പറഞ്ഞ് പത്തിരി ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ച് ഞാൻ ഒരു മസാല ദോശ തന്നു. കുറേ കാലത്തിന് ശേഷം നല്ല സൂപ്പർ മസാല ദോശയായിരുന്നു കേട്ടോ. പാത്രം മുഴുവൻ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളി. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.